നിറഞ്ഞു വന്ന കണ്ണുനീര് എന്നെ കാണാതിരിക്കാൻ അമ്മ അടുക്കളയിലേക്ക് നടന്നു. ഞാൻ അച്ഛൻ്റെ മുറിയിൽ പോയി നോക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ആൽബം എടുത്ത് നോക്കുക അച്ഛൻ. അത് കണ്ടതോടെ ഞാൻ ഹാപ്പിയായി. ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ശിവേട്ടനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. തിരക്കിലായിരിക്കും. പിന്നെ നേരെ തൊടിയിലേക്ക് ഇറങ്ങി കുട്ടിപ്പട്ടാളമൊക്കെ സ്കൂളിൽ പോയേക്കുക. എനിക്ക് പിന്നെ ചെറിയ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നുകൂടെ ലീവ് എടുത്തത്. കുറച്ചു നേരം മുത്തശ്ശിയെ വിളിച്ച് കത്തിയടിച്ചു. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കുസൃതി പറഞ്ഞും കുറെ നേരം അങ്ങനെ പോയി. ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ് അമ്പൂട്ടിയെ ഉറക്കി. കൂടെ ഞാനും കിടന്നു. അപ്പോഴും ശിവേട്ടനെ വിളിച്ചു നോക്കി. പക്ഷെ കോൾ എടുത്തത് അനഘയാണ്. ശിവേട്ടൻ മീറ്റിംഗിലാണെന്ന് അനഘ പറഞ്ഞു. അതാണെങ്കിൽ തന്നെ ഇവളെന്തിനാ എൻ്റെ ശിവേട്ടൻ്റെ ഫോൺ എടുക്കുന്നത്? തികട്ടി വന്ന ദേഷ്യം ഞാൻ ഉറങ്ങി തീർത്തു. അല്ല പിന്നെ. വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശിവേട്ടൻ എത്തി. ഏട്ടനും ഞാൻ ചായ കൊടുത്തു. നിങ്ങളുടെ ഫോൺ എങ്ങനെയാ അനഘയുടെ കയ്യിൽ വന്നത്? എന്തേ? ഞാൻ വിളിച്ചപ്പോൾ അവളാണ് അറ്റൻഡ് ചെയ്തത്. അതിനിപ്പോൾ എന്താ? ഞാൻ മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ആയിരിക്കും നീ വിളിച്ചത്. അവളൊന്ന് അമർത്തി മൂളി. എന്താടി പെണ്ണെ, കലിപ്പാണല്ലോ. എനിക്ക് കലിപ്പൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇയാളെ വിളിക്കുന്നത്? അതാ, നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചത്? ഒന്നുമില്ല. പറയടി. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ദേഷ്യപ്പെട്ട് ഞാൻ മുറിയിലേക്ക് വന്നു. തൊട്ടുപിറകെ ശിവേട്ടനും. അകത്ത് കയറിയതും ഏട്ടൻ കതകടച്ച് കുറ്റിയിട്ടു. മീശയും പിരിച്ച് കണ്ട ചിരിയോടെ എൻ്റെ അടുത്തേക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും ഞാൻ ഓരോ ചുവട് പിറകിലേക്ക് വെച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഞാൻ ഭിത്തിയിൽ ചെന്ന് തട്ടി നിന്നപ്പോഴാണ് ശിവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയത്. രണ്ട് കൈയും എനിക്ക് ഇരുവശവും കുത്തി നിർത്തി മുഖം എന്നിലേക്ക് അടുപ്പിച്ചു. എന്നിൽ നിന്ന് അകന്നു പോകാൻ കഴിയുമോ എൻ്റെ പെണ്ണിന്? ആ ചുടുനിശ്വാസം എൻ്റെ കവിളിൽ പതിഞ്ഞപ്പോൾ ഒരു പിഴച്ചിലൂടെ ഞാൻ ശിവേട്ടൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഈ നാണം ഇതുവരെ മാറിയില്ലടി? ശിവേട്ടൻ എന്നോട് കുറുമ്പോടെ ചോദിച്ചു. എൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ശിവേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ കാൽവിരൽ ഊന്നി ശിവേട്ടൻ്റെ നെറ്റിയിലൊരു ചുംബനം നൽകി. അപ്പോഴേക്കും ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ശിവേട്ടൻ എന്നെ പൊക്കിയെടുത്തിരുന്നു. കട്ടിൽ മെല്ലെ കിടത്തി എൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. ഈ മനസ്സ് നിറയപ്പോൾ പ്രണയമാണ്. നീ ചിന്തിക്കുന്നതിനും അപ്പുറം ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും എൻ്റെ പാതിയായി എനിക്ക് നിന്നെ മാത്രം മതി. കലിപ്പനായ ശിവയെ സ്നേഹിച്ച ഈ വായാടി ഗൗരിയെ അതുകൊണ്ട് കണ്ട അവളുടെ ഇവളുടെയും പേരും പറഞ്ഞ് ഇനി മുഖം വാടരുത്, കേട്ടല്ലോ? മുഖത്ത് നോക്കാതെ ഞാൻ മൂളി. നെറ്റിയിലും മൂക്കിൻ തുമ്പിലും ശിവേട്ടൻ്റെ ചുണ്ട് പതിഞ്ഞു. പുറത്ത് അമ്പൂട്ടിയുടെ കൊഞ്ചൽ കേട്ടപ്പോൾ ശിവേട്ടനെ വിട്ട് ഞാൻ എഴുന്നേറ്റു. അമ്പൂട്ടി ഉണർന്നു. ഞാൻ പോയി നോക്കട്ടെ? അത് അമ്മ നോക്കിക്കോളും. അയ്യടാ, മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോയി കുളിക്ക്, നമുക്ക് പോകണ്ടേ? ഇടി അൺറൊമാൻറ്റിക് പൊണ്ടാട്ടി, നീ എൻ്റെ അടുത്ത് വരും കേട്ടോ? ശിവേട്ടൻ എന്നെ അത്രയും പറഞ്ഞ് കുളിക്കാനായി ശിവേട്ടൻ പോയി. ഞാൻ പുറത്തേക്കും ഇറങ്ങി. തിരികെ വീട്ടിലേക്ക് പോകാനായി ഞങ്ങൾ റെഡിയായി. ഗിരിയേട്ടൻ വന്നിട്ട് പോകാമെന്ന് കരുതി കാത്തിരിക്കുന്ന സമയം അമ്പൂട്ടിയുടെ മടിയിലിരുത്തി ഓരോ വാക്കുകളും പഠിപ്പിച്ചു കൊടുക്കുക അച്ഛൻ. പലതും അവളുടെ കുഞ്ഞുനാവിനെ ഉച്ചരിക്കാൻ കഴിയാത്തതായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് അവളുടേതായ ഭാഷയിൽ അവൾ പറയാൻ തുടങ്ങി. അത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഗിരിയേട്ടനെത്തി. നിങ്ങൾ പോകാൻ നിൽക്കുവാണോ? അതേടാ, നീ വന്നിട്ട് പോകാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് ശ്രേയയുടെ വീട്ടിലൊന്ന് കയറണം. അമ്പൂട്ടിയെ കൊണ്ടാക്കാൻ പറഞ്ഞ് അളിയൻ വിളിച്ചിരുന്നു. ശിവേട്ടൻ ഗിരിയേട്ടനോടായി പറഞ്ഞു. മാമന്റെ പൊന്നൂസ് പോകുവാണോ? ചോദിച്ചുകൊണ്ട് ഏട്ടൻ കൈനീട്ടിയത് കൊഞ്ചിക്കൊണ്ട് അവൾ ഏട്ടൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? അച്ഛൻ്റെ ചോദ്യം കേട്ട് ഗിരിയേട്ടൻ ഞങ്ങളെ ഒന്ന് നോക്കി. ഞങ്ങളിൽ വലിയ മാറ്റമൊന്നും കാണാഞ്ഞതുകൊണ്ട് ഏട്ടൻ അച്ഛനെ നോക്കിയപ്പോഴാണ് ആ ചോദ്യം തന്നോടാണെന്ന് ഏട്ടന് മനസ്സിലായത്. പാവമേട്ടൻ സന്തോഷവും അത്ഭുതവും കാരണം വാക്കുകൾ ഇടറിയിരുന്നു. കുഴപ്പമില്ലച്ചാ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ വേറെ ജോബിന് ട്രൈ ചെയ്യണം കേട്ടോ? ഏട്ടൻ്റെ മുഖത്ത് നോക്കിയല്ല അച്ഛൻ പറയുന്നത്. എങ്കിലും രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ ഇപ്പോൾ അധിക ദൂരമില്ലെന്ന് തോന്നി. ഏട്ടൻ പെട്ടെന്ന് അകത്തേക്ക് പോയി. അച്ഛൻ കണ്ണു തുടയ്ക്കുന്നത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലാകാതെ ശിവേട്ടൻ എന്നെ നോക്കി. എല്ലാം പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഏട്ടൻ്റെ റൂമിൽ ചെന്ന് മുഖം പൊത്തിയിരുന്ന് കരയുന്ന ഏട്ടനെ കണ്ടപ്പോൾ എനിക്കും കരച്ചിൽ വന്നു. ഏട്ടാ, മോളെ, നീ കേട്ടില്ലേ അച്ഛൻ എന്നോട് എൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ ചോദിച്ചത്? സങ്കടത്തോടെ ഗിരിയേട്ടൻ എന്നോട് പറഞ്ഞു. അതിന് ഏട്ടൻ എന്തിനാ കരയുന്നത്? ഏയ്, അത് ചുമ്മാ എന്തോ പൊടി വീണതാ. ആണോ? എങ്കിൽ അച്ഛൻ്റെ കണ്ണിന് പൊടി വീണെന്ന് തോന്നുന്നു. അച്ഛൻ കരയുന്നു എന്ന് ചോദിച്ച് വെപ്രാളപ്പെട്ട് പോകാൻ തുനിഞ്ഞ ഏട്ടൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ നിർത്തി. ഇവിടെ ഞാൻ കണ്ണു നിറച്ച് വെച്ചിരിക്കുന്നത് ഏട്ടൻ കണ്ടില്ലേ? എനിക്കെല്ലാം മനസ്സിലായി. അവസാനം എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ 2ാം സ്ഥാനക്കാരിയായി.
ഡി കാന്താരി, നീ എന്തെങ്കിലുമൊക്കെ അച്ഛനോട് പറഞ്ഞു കാണും. അതാ കാരണവർക്ക് പെട്ടെന്നൊരു മാറ്റം. എന്നിട്ട് അവളെ 2ാം സ്ഥാനക്കാരി ആക്കി പോലും. ഗിരിയേട്ടൻ കളിയാക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു. ഏട്ടനെ നോക്കി വെളുക്കെ ചിരിച്ചപ്പോ ഏട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെയും മകന്റെയും സ്നേഹപ്രകടനങ്ങളിൽ സന്തോഷിക്കുന്ന എൻ്റെ അമ്മയുടെ ചിരിയായിരുന്നു മനസ്സിൽ. അമ്പൂട്ടിയെ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി സിദ്ധുവേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നന്ദുവേട്ടൻ ഉണ്ടായിരുന്നു. പോലീസ് യൂണിഫോമിലാണ്. നീ എന്താടാ ഈ വേഷത്തിൽ ഇവിടെ? ഞാൻ തിരികെ എത്തിയതറിഞ്ഞ് ചേച്ചി വിളിയോട് വിളിയായിരുന്നു. യാത്ര ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതി. ഇന്നാകുമ്പോൾ ഇവിടെ അടുത്തൊരു കേസ് അന്വേഷണവുമായിട്ട് വരണമായിരുന്നു. ഞങ്ങളുടെ ഈ സാധനത്തിനെ ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാണ്. അമ്പൂട്ടിയെ എടുത്തുയർത്തിക്കൊണ്ട് ശിവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രേയ ചേച്ചി ഒന്ന് കോർപ്പിച്ചു നോക്കി. ഇതുപോലൊരു സാധനം നിനക്കും ജനിക്കുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതേ നാണയത്തിൽ ചേച്ചി തിരിച്ചു മറുപടി കൊടുത്തപ്പോൾ ശിവേട്ടൻ എന്നെ കണ്ണടച്ച് കാണിച്ചു. ഞാൻ അതിനൊന്ന് പുഞ്ചിരിച്ചു. അമ്പൂട്ടിയുടെ ജനനസമയത്ത് ഞാനില്ലായിരുന്ന കുറവ് ഈ വാവയുടെ വരവിൽ തീർക്കണം. ഏതു വാവയുടെ വരവിലടാ? എന്റെ തോളിലൂടെ കൈയിട്ട് ശിവേട്ടൻ അത് ചോദിച്ചപ്പോൾ നന്ദുവേട്ടൻ ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഞാൻ എൻ്റെ ചേച്ചിയുടെ കാര്യമാ പറഞ്ഞത്. അച്ഛനും അമ്മയും ആകാനുള്ള മെച്യൂരിറ്റി രണ്ടിനും ആയിട്ടില്ല. അങ്ങനെ കളിയാക്കിയും വഴക്കിട്ടും കുറെ നേരം ചിലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഇന്ന് തിരുവോണമാണ്. രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു. കുളിച്ച് റെഡിയായി താഴേക്ക് വന്നപ്പോഴേക്കും മുത്തശ്ശി വിളക്ക് വെച്ചിരുന്നു. മുറ്റത്ത് ഞാനും ശിവേട്ടനും ചേർന്ന് വലിയൊരു പൂക്കളം തന്നെ ഒരുക്കി. ഞങ്ങളുടെ വിവാഹശേഷമുള്ള ആദ്യത്തെ ഓണമായിരുന്നു ഇത്. പോരാത്തതിന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ശിവേട്ടന് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. മുത്തശ്ശിക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയ സെറ്റും മുണ്ടും കൊടുത്തപ്പോൾ മുത്തശ്ശിയും ഞങ്ങൾക്കായി സമ്മാനം കരുതിയിരുന്നു. ശിവേട്ടന് ഷർട്ടും മുണ്ടും, എനിക്ക് സെറ്റ് സാരിയും. ഉച്ചത്തേക്കുള്ള സദ്യയും ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവേട്ടനും ചേച്ചിയും മോളും എത്തി. എനിക്ക് സാരി ഉടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്നത് കൊണ്ട് ചേച്ചി എനിക്കായി ചുരിദാറാണ് കൊണ്ടുവന്നിരുന്നത്. അത് എല്ലാവരോടും പറഞ്ഞ് നാറ്റിക്കാനും ചേച്ചി മറന്നില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും ഞാനും ശിവേട്ടനും എൻ്റെ വീട്ടിലേക്ക് വന്നു. ഗിരിയേട്ടൻ്റെ ഓണസമ്മാനം എന്നെ ശരിക്കും ഞെട്ടിച്ചു. എനിക്കും ശിവേട്ടനും കപ്പിൾ റിംഗ് ആയിരുന്നു ഗിരിയേട്ടൻ്റെ വക ഞങ്ങൾക്കുണ്ടായിരുന്നത്. എല്ലാ മാസവും സാലറിയിൽ നിന്നൊരു പങ്ക് മാറ്റിവെച്ചാണ് എൻ്റെ ഏട്ടൻ ഇത് വാങ്ങിയത്. ഏട്ടൻ വാങ്ങിക്കൊടുത്ത ഷർട്ടാണ് അച്ഛൻ ഇട്ടേക്കുന്നതെന്ന് അമ്മ പറഞ്ഞപ്പോൾ അച്ഛനെയും മോനെയും നല്ല രീതിയിൽ തന്നെ ഞാൻ കളിയാക്കി. എന്തൊക്കെ ജാടയായിരുന്നു. അതിനും ഈ കൗരി തന്നെ വേണ്ടി വന്നു. നാളെ സൗഭാഗ്യയുടെ മുത്തശ്ശന്റെ പിറന്നാളാണ്. എല്ലാവരെയും അവൾ ക്ഷണിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും പകരം ഏട്ടൻ വരുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഏട്ടൻ അത് എതിർത്തു. ശിവേട്ടൻ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അതുവരെ ഏട്ടൻ സമ്മതിച്ചില്ലായിരുന്നു. നന്ദുവേട്ടൻ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് ഒരു വീടിന് മുന്നിൽ ശിവേട്ടൻ വണ്ടി നിർത്തി. വീടല്ല, കോവിലകം. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള പഴമയുടെ പ്രൗഢിയിൽ നിൽക്കുന്ന മംഗലത്ത് തറവാട്. അന്തം വിട്ടാണ് ഞാനും ശിവേട്ടനും ഗിരിയേട്ടനും ആ മുറ്റത്തേക്ക് കയറിയത്. ഒരു സൈഡിലായിട്ട് മാവ്, അതും ആ തറവാടിനോളം പഴക്കം ചെന്ന ഒരു മുത്തശ്ശി മാവ്. അതിൻ്റെ കൊമ്പിൽ വലിയൊരു ഊഞ്ഞാല്. മുറ്റത്തെ തുളസിത്തറയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. ഉമ്മറക്കോലായിൽ പൂമാലകൾ കൊണ്ടുള്ള അലങ്കാരം. അകത്ത് ആരുടെയൊക്കെയോ സംസാരം കേൾക്കാൻ. ഉമ്മറത്തെ തൂണിനോട് ചേർന്ന് തൂക്കിയിട്ടിരിക്കുന്ന മണിയിൽ തട്ടാൻ പോയപ്പോഴേക്കും അവിടേക്കൊരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും പ്രായാധിക്യത്തിന്റെ അവശതകളില്ലാതെ ആഠിത്യം വിളിച്ചോതുന്ന മുഖശ്രീയുള്ള ഒരാളിറങ്ങി. മംഗലത്ത് തറവാടിന്റെ കാരണവർ വീരേശ്വര വർമ്മ, സൗഭാഗ്യയുടെ മുത്തശ്ശനായിരുന്നു അത്. കാറിൽ നിന്നിറങ്ങിയ അദ്ദേഹം സംശയത്തോടെ ഞങ്ങളെ മൂവരെയും നോക്കി. കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകാതെ ഞാൻ തന്നെ പരിചയപ്പെടുത്തി. ഞാൻ സൗഭാഗ്യയുടെ ഫ്രണ്ട്സാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അനന്തിന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതാകും കൂടുതൽ നന്നു. ശിവേട്ടനെ നോക്കി അദ്ദേഹം തുടർന്നു. ശിവജിത്ത്, നന്ദുവിന്റെ ജിത്തു അല്ലേ? അതെ. അല്ല, സാറിന് എങ്ങനെ അറിയാം? നിങ്ങളുടെ വിവാഹ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. പിന്നെ അവന് നല്ലൊരു ചിത്രകാരനാണല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അയാളെ കൊണ്ട് വരപ്പിക്കുമായിരുന്നു. അതിൽ കൂടുതലും തൻ്റെ ചിത്രങ്ങളായിരുന്നു. മറ്റൊരാളിൽ നിന്ന് കൂടി ആ സൗഹൃദത്തിന്റെ ആഴം ഞാൻ അറിഞ്ഞു. എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു അത് കേട്ടപ്പോൾ. നിങ്ങൾ അകത്തേക്ക് ചെല്ല്. ഇവിടുത്തെ കുട്ടികളൊക്കെ പഠനവുമായി പലയിടത്തായിരുന്നു. ഒത്തുകൂടിയതിന്റെ ബഹളമായി കേൾക്കുന്നത്. അതിഥികളായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉമ്രത്തേക്ക് കയറിയപ്പോഴാണ് അദ്ദേഹം ഗിരിയേട്ടനെ ശ്രദ്ധിച്ചത്. ചോദിക്കാൻ വിട്ടുപോയി, താൻ ഗൗരിയുടെ ഏട്ടൻ ഗിരിയാണ്? ആ, ഇപ്പൊ മനസ്സിലായി. അനന്തുവിന്റെ രക്ഷകൻ. തൻ്റെ വീട്ടിലല്ലേ ഭാഗ്യ കഴിഞ്ഞ ആഴ്ച വന്നത്?
അവൾ ഇവിടെയും ഹോസ്റ്റലിലും അല്ലാതെ ഒരു രാത്രി തങ്ങിയിട്ടുള്ളത് അവിടെയാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാകും അവൾ നിന്നത്. അപ്പോഴേക്കൊരു പെൺകുട്ടി അകത്തു നിന്നും ഇറങ്ങി വന്നു. എന്റെ രണ്ടാമത്തെ മകന്റെ മകളാണ്, ഭാഗ്യയുടെ നേരെ ഇളയത്. വർമ്മസാർ ആ കുട്ടിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഹായ്, ഞാൻ അമൃത, അമൃത സുജേന്ദ്ര വർമ്മ. ഹലോ, ഞാൻ ഗൗരി. അറിയാം, ചേച്ചിയെക്കുറിച്ചും ഏട്ടന്മാരെക്കുറിച്ചുമൊക്കെ ഭാഗ്യ ചേച്ചി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യ പൂജാമുറിയിലുണ്ട്. ഇന്ന് രാവിലെ പൂജയുണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കുന്ന ജോലി ചേച്ചിക്ക് കൊടുത്തു. അമ്മമാർ 3 ഇങ്ങനെ നിൽക്കുവല്ലേ, ഞങ്ങൾക്ക് എന്തു പണി തരണമെന്ന് ആലോചിച്ച്. അമൃത ആളൊരു വായാടിയാണെന്ന് മനസ്സിലായി. ബാംഗ്ലൂരിൽ പഠിക്കുന്നത്, പക്ഷേ ഇപ്പൊ കണ്ട ഒരു അമ്പലവാസി കുട്ടിയാണെന്ന് പറയും. ഞങ്ങളെ സംസാരം കേട്ട് അകത്തു നിന്നും ഓരോരുത്തരായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഞങ്ങളെ അറിയാമെന്ന് അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി. ഹായ് ചേച്ചി, ഞാൻ രുദ്ര. രുദ്ര അമൃതയുടെ അനിയത്തിയാണെങ്കിലും സൗഭാഗ്യയുടെ മുഖച്ഛായയാണ്. ഗൗരിയേച്ചി, ഇതാണ് ഇവിടുത്തെ ഇരട്ട കുട്ടികൾ, ദേവനിളച്ചന്റെ മക്കൾ കാർത്തികയും കാവ്യയും. ചുരുക്കി പറഞ്ഞ നന്ദു ഇവിടെ ഹിറ്റ്ലർ മാധവൻകുട്ടി ആയിരുന്നല്ലേ? ശിവേട്ടൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഒരർത്ഥത്തിൽ അത് സത്യമായിരുന്നു. ഈ തറവാട്ടിലെ ഒരംഗം തന്നെയായിരുന്നു നന്ദുവേട്ടനും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ആന്തരിയായിട്ട് നന്ദുവിനെ കരുതാം. പറഞ്ഞതുപോലെ അനന്തുവേട്ടൻ എവിടെ? അനന്തേട്ടൻ എന്നെ വിളിച്ചിരുന്നു, എന്തോ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് അമ്മയുമായിട്ട് വൈകുന്നേരത്തോടെ ഇങ്ങ് എത്താമെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് പൂജാമുറിയിൽ നിന്ന് സൗഭാഗ്യ ഇറങ്ങി വന്നത്. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഐശ്വര്യവും ദേവി ചൈതന്യവും സൗഭാഗ്യയിൽ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. അച്ഛനും അമ്മയും വന്നില്ലേ ഗൗരി? ഇല്ലടാ, പകരം ദേ ഗിരിയേട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൾ ഗിരിയേട്ടനെ നോക്കിയൊന്ന് ചിരിച്ചു. തിരികെ ഏട്ടനൊരു പുഞ്ചിരി നൽകി. ഈ നിമിഷം വരെ ഇവർ തമ്മിൽ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ പരസ്പരം സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് ഞാൻ ആ നിമിഷം ഓർത്തു. ഈ വരെ തമ്മിൽ കെട്ടിക്കാനാണോ ഞാൻ സ്വപ്നം കണ്ടത്? അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് പൂർണ്ണബോധ്യം വന്നത്. എൻ്റെ ആഗ്രഹം ഒരു വ്യാമോഹം മാത്രമായിരുന്നു. സൗഭാഗ്യ ആ കോവിലകം മുഴുവൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കണ്ടാലും കണ്ടാലും മതി വരാത്ത വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടം. അടുക്കളയിൽ നിന്ന് ഉപ്പേരി വറുക്കുന്ന മണം മൂക്കിലടിച്ചതും ഞാനും സൗഭാഗ്യവും അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. ശിവേട്ടനും ഗിരിയേട്ടനും പരിസരം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കും ഇറങ്ങി. 3 അമ്മമാരും പിന്നെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയും കൂടി പാചകത്തിന്റെ തിരക്കിലായിരുന്നു. എന്നെ കണ്ടപ്പോൾ എല്ലാ അമ്മമാരെയും പോലെ മക്കൾ അടുക്കളയിൽ കയറിയില്ലെന്ന് കുറ്റം പറയാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെക്കുറിച്ച് കുറെ കുറ്റം അമ്മ സൗഭാഗ്യയോട് പറഞ്ഞിരുന്നത് കൊണ്ട് നിനക്ക് ഇത് തന്നെ വേണം എന്ന മനസ്സമാധാനത്തോടെ ഞാൻ അതിലൊക്കെ അതീവ താല്പര്യം കാണിച്ചു നിന്നു. ഇടയ്ക്ക് വറുത്തു വെക്കുന്ന ഉപ്പേരി എൻ്റെ വായിലേക്ക് പോകുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അമൃതയുടെ അമ്മ ഒരു പ്ലേറ്റിൽ കുറച്ച് ഉപ്പേരി ഇട്ട് തന്നിട്ട് ഏട്ടന്മാർക്കും കൂടി കൊടുക്കാൻ പറഞ്ഞതും ഒരു ചമ്മിയ ചിരിഞ്ചിരിച്ച് ഉപ്പേരി പാത്രവും വാങ്ങി ഞാൻ പുറത്തേക്കിറങ്ങി. 2 പേരും മാവിൻ ചുവട്ടിലിരുന്നു. എന്തോ ഭയങ്കര ചർച്ചയിലാണ് എന്ന് എന്നെ കണ്ടതും പ്ലേറ്റ് തട്ടിപ്പറിച്ച് തീറ്റ തുടങ്ങി. ഞാനും ഇടിച്ചു കയറി 2 പേരുടെയും ഇടയിലായിട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സൗഭാഗ്യം വന്നു. അതിനു പിറകെ അമൃതയും രുദ്രയും കാർത്തികയും കാവ്യയും. പിന്നെ അവിടെ നോൺ സ്റ്റോപ്പ് കത്തിയടിയായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് സൈലന്റ് ഗിരിയേട്ടനും സൗഭാഗ്യയും മാത്രമാണ്. കുറെ സംസാരിച്ച കൂട്ടത്തിലാണ് അമൃതയ്ക്കൊരു പ്രണയമുണ്ടെന്ന് പറയുന്നത്. സ്കൂൾ കാലഘട്ടം മുതൽ എൻ്റെ കൂടെ പഠിക്കുന്ന ആളാ. ബാംഗ്ലൂർ ചെന്നപ്പോൾ അവിടെയും എൻ്റെ ക്ലാസ്മേറ്റ്സ്. പിന്നെയും അറിഞ്ഞത് എന്നെ ഫോളോ ചെയ്താണ് അവനും അവിടെ എത്തിയതെന്ന്. ആദ്യം ഞാൻ കുറെ ജാടയിട്ടു, പിന്നെ പാവം തോന്നി ഓക്കെ പറഞ്ഞു. ഇതിപ്പോ ആർക്കൊക്കെ അറിയാം? ദേ ഇവളുമാരും 3 ആദ്യം കണ്ടുപിടിച്ചത്. അവനായിട്ട് പിടികൊടുത്തതെന്ന് പറയുന്നതാകും ശരി.